നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റൊമാരിയോയുടെ പോഡ്കാസ്റ്റിൽ നെയ്മർ ജൂനിയറോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ. 2002 വേൾഡ് കപ്പ് ബ്രസീൽ നേടിയ ടീമിൽ ആർത്രയം റൊണാൾഡോ, റിവാൾഡോ, റൊണാൾഡീഞ്ഞോ, ഇവരിൽ ആരെയായിരിക്കും നിങ്ങൾ റീപ്ലേസ് ചെയ്യുക? നിങ്ങളുടെ പീക്ക് ലെവലിൽ നിൽക്കുന്ന നെയ്മർ ഇതിൽ ആരെയായിരിക്കും റീപ്ലേസ് ചെയ്യുക? അപ്പോൾ നെയ്മർ അതിന് പറഞ്ഞു, ഞാൻ റിവാൾഡോയായിരിക്കും റീപ്ലേസ് ചെയ്യുക എന്ന്. ആ വേൾഡ് കപ്പിൽ മിന്നും കളി കളിച്ചയാളാണ് റിവാൾഡോ. റൊണാൾഡോ കൂടുതൽ ഗോളുകൾ അടിച്ചു, പേരും കൊണ്ടുപോയി. റിവാൾഡോ നല്ല കളി കളിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ റിവാൾഡോക്ക് അത് എന്തായാലും പിടിച്ചിട്ടില്ല. തന്നെ റീപ്ലേസ് ചെയ്ത് നെയ്മർ വരും എന്ന് പറഞ്ഞതിനെതിരെ റിവാൾഡോ പ്രതികരിച്ചിരിക്കുന്നു തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ. നെയ്മർ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. നെയ്മറോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ആ ഘട്ടത്തിൽ നെയ്മറുടെ പീക്കിലാണെങ്കിൽ പോലും 2002 വേൾഡ് കപ്പിൻ്റെ ടീമിൽ ഞാൻ തന്നെയായിരിക്കും ഇടം പിടിക്കുക. അതെനിക്ക് എന്നിലുള്ള വിശ്വാസമാണ്. നെയ്മർ എന്തായാലും അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതാണ് രസകരം. നെയ്മർക്കും അത് റിവാൾഡോ ഇങ്ങനെ പറഞ്ഞത് നെയ്മർക്കും പ്രതികരിക്കണമെന്ന് തോന്നലുണ്ടാക്കി. അദ്ദേഹവും പ്രതികരിച്ചിട്ടുണ്ട്. നമ്മളതൊക്കെ നോക്കുകയാണ്. റിവാൾഡോയുടെ റെസ്പോൺസ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ നിങ്ങൾക്കും കാണാൻ പറ്റും. അദ്ദേഹം പറയുന്നു, നെയ്മർ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹത്തിൻ്റെ പീക്കിൽ നിൽക്കുകയാണെങ്കിൽ 2002 വേൾഡ് കപ്പിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ പീക്കിലായിരുന്നെങ്കിൽ അദ്ദേഹം ആ വേൾഡ് കപ്പിൽ എൻ്റെ സ്ഥാനത്ത് കളിക്കുമായിരുന്നു എന്ന്. ഹോണസ്റ്റ്ലി ഞാൻ നെയ്മറുടെ ടാലൻറ്റിനെയും ക്വാളിറ്റിയെയും ഒക്കെ അംഗീകരിക്കുന്നയാളാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ ടീമിൽ ഇടം ലഭിച്ചേക്കാം. ആ സമയത്ത് അദ്ദേഹം നല്ല പീക്കിൽ നിൽക്കുകയാണെങ്കിൽ ആ സ്ക്വാഡിൽ ഇടം പിടിച്ചേക്കാം. പക്ഷേ അദ്ദേഹം കളിക്കുമെന്ന് പറയുന്നത്, എൻ്റെ സ്ഥാനത്ത് അദ്ദേഹം കളിക്കുമെന്ന് പറയുന്നത് അത് മറ്റൊരു കാര്യമാണ്. അതങ്ങനെ അങ്ങ് പറയാൻ പറ്റുമോ? എല്ലാ റെസ്പെക്റ്റോടും കൂടി, നെയ്മറോടുള്ള എല്ലാ റെസ്പെക്റ്റും അഡ്മിറേഷനും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, 100% ഉറപ്പിച്ച് ഞാൻ പറയട്ടെ, അത് സംഭവിക്കില്ല. എൻ്റെ സ്ഥാനത്ത് നെയ്മർക്ക് കളിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ അത്രയധികം ഫോക്കസ്ഡ് ആയിരുന്നു, വിജയിക്കണം എന്നുള്ളതിൽ അത്രയധികം ഈഗറായിരുന്നു, ഡിറ്റർമൈൻഡ് ആയിരുന്നു. വേൾഡ് കിരീടം നേടുക എന്നുള്ളത് ഉറപ്പിച്ച് തന്നെയാണ് കളിച്ചത്. എത്ര മികവിലാണ് ഞാൻ, എൻ്റെ കരിയറിൻ്റെ പീക്കിലാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. എൻ്റെ സ്ഥാനം ആ ഘട്ടത്തിൽ എടുക്കാൻ എന്തായാലും നെയ്മറെ കൊണ്ടാവില്ലായിരുന്നു. ഞാനിത് പറയുന്നത് നെയ്മറോടുള്ള സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ കോൺഫിഡൻസ് ഉണ്ട്. ആ മൊമെൻറ്റുകൾ, വേൾഡ് കപ്പിൽ വിജയത്തിലേക്ക് പോയി കിരീടം ചൂടിയ മൊമെൻറ്റുകൾ ജീവിച്ചയാളെന്ന അർത്ഥത്തിൽ ഞാൻ പറയുന്നു, എത്രത്തോളം ഹാർഡാണ്, എത്രത്തോളം ഫൈറ്റ് ചെയ്യണം ഒരു വേൾഡ് ചാമ്പ്യൻ ആവാൻ എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറയുന്നു റിവാൾഡോ. യെസ്, 2002 വേൾഡ് കപ്പൊക്കെ വളരെ വലിയ ആവേശത്തോടു കൂടി പിന്തുടർന്ന ഒരാളാണ് ഞാൻ. അതുകൂടി പറയണമല്ലോ. ആ വേൾഡ് കപ്പിൽ ബ്രസീൽ കിരീടം ചൂടുന്നത് കൺകുളിർക്ക കണ്ട് സന്തോഷിച്ചൊരു വ്യക്തി. റിവാൾഡോയും റൊണാൾഡീഞ്ഞോയും റൊണാൾഡോ നസാരിയും ഒക്കെ ചേർന്ന് വിസ്മയങ്ങൾ സൃഷ്ടിച്ചൊരു വേൾഡ് കപ്പ്. കടുത്ത റൊണാൾഡോ നസാരിയോ ആരാധകനായ എനിക്ക് അന്നുണ്ടായ ഒരു ആവേശം അത് പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വേൾഡ് കപ്പിൽ തുടർച്ചയായി 5 കളികളിൽ ഗോൾ അടിച്ചുകൊണ്ട് പുത്തൻ റെക്കോർഡിട്ടയാളാണ് റിവാൾഡോ. ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിൽ ബ്രസീൽ വിഷമിച്ച് നിൽക്കുമ്പോൾ മൈതാനം മുഴുവൻ ഓടിക്കയറിയിട്ട് റൊണാൾഡീഞ്ഞോ കൊടുത്തൊരു പാസ് ഉണ്ട്. അത് വളരെ കൂളായിട്ട് ഫിനിഷ് ചെയ്ത റിവാൾഡോയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? അദ്ദേഹം അന്ന് ബ്രസീൽ അണിഞ്ഞിരുന്ന നീലക്കളർ ജേഴ്സി അത് ഊരിയിട്ട് ഇങ്ങനെ കറക്കുന്ന, ഉള്ളിലിട്ട ഇന്നർ മഞ്ഞക്കളർ പുറത്ത് കാണിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഇട്ട് കറക്കുന്നത്. അതോടുകൂടി അന്ന് ബ്രസീലിന് മഞ്ഞ തെളിഞ്ഞു എന്നാണ് പിറ്റേ ദിവസം ചില മാധ്യമങ്ങളെങ്കിലും പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം, ഫൈനൽ വരെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഫൈനൽ അദ്ദേഹം ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ പോലും റൊണാൾഡോയുടെ ഒരു ഗോള്, ആ ഗോളിന് അദ്ദേഹം തൻ്റെ കാലുകൾക്കിടയിലൂടെ സ്വതന്ത്രമായൊരു സഞ്ചാരപാതയൊരുക്കിയത്, അതുപോലെ എത്ര സുന്ദരമായ മുഹൂർത്തങ്ങൾ അദ്ദേഹം നമുക്ക് ആ വേൾഡ് കപ്പിൽ സമ്മാനിച്ചിട്ടുണ്ട്. സോ റിവാൾഡോയെ നെയ്മർ റീപ്ലേസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അത് സാധ്യമായിരിക്കില്ല ആ സമയത്ത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകും. പക്ഷേ നെയ്മർ അതിൻ്റെ വിശദീകരണം കൊടുത്തതിലെല്ലാം ഉണ്ട്. അദ്ദേഹം പറഞ്ഞതൊരു ചോയ്സ് ചോദിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞതല്ലേ, 3 പേരിൽ ഒരാളെ മാറ്റണം, അപ്പോൾ എനിക്ക്
ആരെ മാറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ചോയ്സായിട്ട് അങ്ങ് പറഞ്ഞതാണ് എന്ന് നെയ്മർ റിവാൾഡോയുടെ ആ പോസ്റ്റിന് താഴെ തന്നെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. നെയ്മറുടെ ആ മറുപടിയിലേക്ക് നമ്മളൊന്ന് പോകുന്നു. കാം ഡൗൺ മൈ ഫ്രണ്ട് എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ കുറിക്കുന്നത്. തീർച്ചയായിട്ടും അത് റിവാൾഡോക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നെയ്മർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് കാം ഡൗൺ മൈ ഫ്രണ്ട്. എല്ലാ ബ്രസീലിയൻ പ്ലെയേഴ്സും ആ വേൾഡ് കപ്പിൽ വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ബ്രസീലിയൻ പ്ലെയേഴ്സും ഡെഡിക്കേറ്റഡാണ്, ഫോക്കസ്ഡ് ആണ് 100%. ചിലർ ആ ഒരു ഫൈനൽ ഗോള് അച്ചീവ് ചെയ്യും, കിരീടം ചൂടും. മറ്റുള്ളവർക്ക് അൺഫോർച്ചുനേറ്റ്ലി അത് നേടാൻ കഴിയില്ല. ഇത് ഫുട്ബോളിൻ്റെ ഭാഗമാണ്. ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്. ഒരിക്കലും നിങ്ങളുടെ ഐഡൻറ്റിറ്റി ബ്രസീലിയൻ ഫുട്ബോളിൽ നിന്ന് എടുത്തു കളയാൻ ഞാനില്ല. അത് തീർച്ചയായിട്ടും ഒരു ചോയ്സായിരുന്നു. 3 പേരിൽ ആരുടെ സ്ഥാനത്തേക്ക് നിങ്ങൾ വരും എന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞു എന്നതാണ്. എന്തായാലും റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയെയും ഞാൻ എടുത്തു മാറ്റുന്നതിൽ അതും നിങ്ങൾക്കിഷ്ടമുണ്ടാവില്ലല്ലോ എന്ന തരത്തിലാണിപ്പോൾ എന്തായാലും നെയ്മറുടെ ഒരു പ്രതികരണം വരുന്നത്. അപ്പോൾ ഇതിൽ നെയ്മർക്ക് അത് കൊണ്ടിട്ടുണ്ട്, അത് വ്യക്തമാണ്. കാരണം റിവാൾഡോ പറഞ്ഞല്ലോ, ആ മൊമെൻറ്റുകൾ ജീവിച്ചയാളാണ്, കിരീടം ചൂടിയ ആളാണ്, എത്രത്തോളം ഫൈറ്റ് ചെയ്യണം വേൾഡ് കപ്പ് നേടണമെങ്കിൽ എന്നുള്ളതൊക്കെ പറയുമ്പോൾ നെയ്മർക്ക് ഇതുവരെ വേൾഡ് കപ്പില്ല. അതുകൊണ്ടാണ് നെയ്മർ അങ്ങനെ തന്നെ പ്രതികരിക്കുന്നത്. ഈ ബ്രസീലിയൻ ടീമിന് വേണ്ടി വേൾഡ് കപ്പ് കളിക്കുന്ന എല്ലാവരും ഡെഡിക്കേറ്റഡും എല്ലാവരും സർവ്വം സമർപ്പിച്ചും കളിക്കുന്നവർ തന്നെയാണ്, ഫോക്കസ്ഡുമാണ്. പക്ഷെ ചിലർക്ക് കിരീടം ചൂടാൻ പറ്റുന്നു, ചിലർക്ക് പറ്റുന്നില്ല. അതാണ് ഫുട്ബോൾ, അത് ഫുട്ബോളിൻ്റെ ഭാഗമാണ് എന്നുകൂടി നെയ്മർ പറയും. എന്തായാലും ബ്രസീലിൻ്റെ 2 മഹാരഥന്മാരായ താരങ്ങൾ തമ്മിലുള്ള ഈ കൊണ്ടും കൊടുത്തുമുള്ള സോഷ്യൽ മീഡിയ ചർച്ച വലിയ രൂപത്തിൽ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.